പ്രദാനം ചെയ്യുന്നത്. സഹയാത്രികർക്കൊപ്പം ഞാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. മഞ്ഞിനെ പ്രതിരോധിക്കാനുള്ള കട്ടിയുള്ള വസ്ത്രങ്ങളും തൊപ്പിയും ഒക്കെ അണിഞ്ഞാണ് ഈ മനോഹര ദൃശ്യത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ എത്തുമ്പോഴേക്കും അനേകായിരങ്ങളാണ് ഈ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ നമുക്ക് കൂടുതൽ ഉന്മേഷമായി. കൊടിയ തണുപ്പാണെങ്കിലും ഈ തണുപ്പിനെ വകവയ്ക്കാതെ കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന പൗഡർ സ്നോയിൽ കളിക്കാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ തയ്യാറായി സഹയാത്രികർക്കൊപ്പം ഞാനും ഇവിടെയുള്ള വിവിധ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയാണ്. കൊടും തണുപ്പായതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്നും ടൊമാറ്റോ സൂപ്പും ഒപ്പം മാഗിയും കഴിച്ച് ദേഹമൊന്ന് ചൂടാക്കി ഒപ്പം ഒരു കവയും കുടിച്ച് പിന്നീടാണ് ഞാനും ഈ പൗഡർ സ്നോയിൽ കളിക്കാനും മറ്റ് ആക്ടിവിറ്റീസിൽ ഒക്കെ പങ്കെടുക്കാനുമായി സഹയാത്രികർക്കൊപ്പം നീങ്ങിയത്. അപ്പോഴും അവിടെ ധാരാളം ആൾക്കാർ സ്കീയിങ് തുടങ്ങി മറ്റനേകം ആക്ടിവിറ്റീസിൽ തങ്ങളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇരുന്നു. ഒന്നാം ഘട്ട യാത്ര അവസാനിക്കുന്ന കാങ്ഡൂറിൽ നിന്നാണ് രണ്ടാം ഘട്ട യാത്ര ആരംഭിക്കുന്നത്. ഇത് അഫർവത്ത് കൊടുമുടി വരെ നീണ്ടുപോകുന്ന ഒന്നുകൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഇപ്പോൾ നാം ഉള്ളത് ഏകദേശം 13,054 അടി, അതായത് 3,979 മീറ്റർ ഉയരത്തിലാണ്. ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമാണ് ഒന്നാം ഘട്ടത്തിൽ നിന്നും രണ്ടാം ഘട്ടത്തിലേക്കുള്ളത്. ഏകദേശം 10 മുതൽ 12 മിനിറ്റ് വരെയാണ് ഈ യാത്രയ്ക്കെടുക്കുന്ന സമയം. യാത്രക്കിടയിൽ നന്ദാദേവി കൊടുമുടി, നിയന്ത്രണ രേഖ എന്നിവയുടെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനും ആസ്വദിക്കാനും സാധിക്കും. മഞ്ഞുകാലത്ത് ഈ പ്രദേശം മുഴുവൻ വെളുത്ത കമ്പളം പുതച്ചതുപോലെ മനോഹരമായിരിക്കും. സ്കീയിങ്, സ്നോ ബോർഡിംഗ് എന്നിവയ്ക്ക് താല്പര്യമുള്ളവർക്ക് അഫർവത്ത് കൊടുമുടി ഒരു സ്വർഗമാണ്. ഉയർന്ന പ്രതലങ്ങളിൽ നിന്നുള്ള ഓഫ് പിസ്റ്റ് സ്കീയിങ്ങിന് ഇത് ലോകപ്രശസ്തമാണ്. കൊടുമുടിയിൽ എത്തുമ്പോൾ ഓക്സിജന്റെ അളവ് കുറവായതിനാൽ ശ്വസിക്കാൻ പ്രയാസം അനുഭവപ്പെടുക സാധാരണമാണ്. അതിനാൽ കുട്ടികളും മുതിർന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ എത്തുമ്പോൾ. രണ്ടാം ഘട്ടത്തിലേക്കുള്ള ടിക്കറ്റുകൾ മുൻകൂട്ടി ഓൺലൈനായി ബുക്ക് ചെയ്യുന്നത് എപ്പോഴും അഭികാമ്യമാണ്, പ്രത്യേകിച്ചും തിരക്കുള്ള സമയങ്ങളിൽ. മുകളിൽ കഠിനമായ തണുപ്പായതിനാൽ ജാക്കറ്റുകൾ, ഗ്ലൗസ്, തൊപ്പി, കൂളിംഗ് ഗ്ലാസ് തുടങ്ങിയ ശൈത്യകാല വസ്ത്രങ്ങൾ നിർബന്ധമായും നാം കരുതുകയും ധരിക്കുകയും ചെയ്യണം. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളോ ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ ഉള്ളവർ ഇത്രയും ഉയരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായും മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അവിസ്മരണീയമായ ഒരു യാത്രാനുഭവമാണ് ഗുൽമാർഗ് ഗൊണ്ടോളയുടെ രണ്ടാം ഘട്ടം നമുക്ക് സമ്മാനിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 25,643 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് നന്ദാദേവി കൊടുമുടി. ഇന്ത്യയിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കൊടുമുടിയാണിത്. കാഞ്ചൻജംഗ നേപ്പാൾ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ചമോലി ഗർവാൾ ജില്ലയിലാണ് ഈ പർവ്വതം നിലകൊള്ളുന്നത്. ഇതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് യുനെസ്കോ നന്ദാദേവി നാഷണൽ പാർക്കിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളും നമുക്ക് ഇവിടെ നിന്നും കാണാവുന്നതാണ് തെളിഞ്ഞ കാലാവസ്ഥയിൽ. ഗുൽമാർഗിലെ മറ്റൊരു പ്രധാന സംഭവമാണ് ഇവിടെയുള്ള ലൈൻ ഓഫ് കൺട്രോൾ അഥവാ LOC. ഗുൽമാർഗിലെ അഫർവത്ത് കൊടുമുടിയിൽ നിന്നാൽ ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന നിയന്ത്രണ രേഖയായ LOC ദൃശ്യമാകും. വിനോദസഞ്ചാരികൾക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്.
അഫർവത്ത് കൊടുമുടിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് യഥാർത്ഥ നിയന്ത്രണ രേഖ സ്ഥിതി ചെയ്യുന്നത്. ഗൊണ്ടോളയുടെ രണ്ടാം ഘട്ടം അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ അതിർത്തിയിലെ മലനിരകൾ നമുക്ക് ഭംഗിയായി കാണാൻ സാധിക്കും. അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തമായ നിരീക്ഷണവും കാവലും ഉണ്ടാകും. സന്ദർശകർക്ക് സൈന്യം നിശ്ചയിച്ചിട്ടുള്ള അതിർത്തികൾക്കപ്പുറത്തേക്ക് പോകാൻ ഇവിടെ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. തെളിഞ്ഞ കാലാവസ്ഥയുള്ള ദിനങ്ങളിൽ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറമുള്ള മലനിരകളും പാകിസ്ഥാൻ അധീനതയിലുള്ള പ്രദേശങ്ങളും ദൂരദർശനിലൂടെയോ അല്ലാതെയോ കാണാൻ സാധിക്കും ഇവിടെ നിന്നാൽ. സാധാരണയായി വിനോദസഞ്ചാരികൾക്ക് ഗൊണ്ടോളയുടെ രണ്ടാം ഘട്ടം വരെ പോകാൻ പ്രത്യേക അനുമതി പത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ അതിർത്തി ഗ്രാമങ്ങളിലേക്കോ കൂടുതൽ സെൻസിറ്റീവായ സ്ഥലങ്ങളിലേക്കോ പോകണമെങ്കിൽ സൈനിക അധികൃതരുടെ അനുമതി ആവശ്യമായി വന്നേക്കാം. കാശ്മീർ യാത്രയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു അനുഭവമാണ് അതിർത്തിയുടെ ഈ ദൃശ്യം നൽകുന്നത്. അതിന് ഒപ്പം സമുദ്രനിരപ്പിൽ നിന്നുള്ള കഠിനമായ ഉയരവും മഞ്ഞുവീഴ്ചയും ഇവിടം കൂടുതൽ സാഹസികമാക്കുന്നു. ഈ മനോഹരമായ പ്രദേശങ്ങളിൽ സ്കീയിങ്ങിന് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയും മറ്റുമാണുള്ളത്. ഭാരതത്തിലെ തന്നെ സ്കീയിങ് തലസ്ഥാനം എന്നാണ് ഗുൽമാർഗ് അറിയപ്പെടുന്നത്. തുടക്കക്കാർക്കും പ്രൊഫഷണലുകൾക്കും ഒരുപോലെ അനുയോജ്യമായ ലോകോത്തര നിലവാരമുള്ള മഞ്ഞ് ചെരിവുകൾ ഇവിടെയുണ്ട്. ബേബി സ്ലോപ്പ് പേര് പോലെ തന്നെ തുടക്കക്കാർക്കും കുട്ടികൾക്കും സ്കീയിങ് പഠിക്കാൻ പറ്റിയ ചെറിയ ചെരിവുകളാണിവ. ഇവിടെ പരിശീലകരും ധാരാളമായി ലഭ്യമാണ്. ഗൊണ്ടോളയുടെ ഒന്നാം ഘട്ടം അവസാനിക്കുന്ന കാങ്ഡൂരിൽ നിന്ന് താഴേക്ക് നീളുന്ന ചെരിവുകൾ ഇടത്തരം വൈദഗ്ധ്യമുള്ളവർക്ക് അനുയോജ്യമാണ്. അഫർവത്ത് കൊടുമുടിയിൽ നിന്നുള്ള ഈ ചെരിവുകൾ പ്രൊഫഷണൽ സ്കീയിങ് താരങ്ങൾക്കും സാഹസികർക്കും മാത്രം വേണ്ടിയുള്ളതാണ്. ഇവിടെ നിന്നുള്ള ഓഫ് പിസ്റ്റ് സ്കീയിങ് ലോകപ്രശസ്തവുമാണ്. പകുതി മുതൽ മാർച്ച് പകുതി വരെയാണ് ഏറ്റവും അനുയോജ്യമായ സമയം സ്കീയിങ്ങിനായി. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മഞ്ഞുകാലം ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മഞ്ഞുവീഴ്ചയുള്ള സമയമാണിത്. പ്രൊഫഷണലുകൾക്ക് അനുയോജ്യമായ രീതിയിൽ പൗഡർ സ്നോ ഈ മാസങ്ങളിൽ ധാരാളമായി ഇവിടെ ലഭിക്കും. സർക്കാർ വകയും സ്വകാര്യ കമ്പനികളുടെയും നേതൃത്വത്തിൽ 1 ദിവസം മുതൽ 14 ദിവസം വരെയുള്ള സ്കീയിങ് കോഴ്സുകൾ ഇവിടെ ലഭ്യമാണ്. ഇതിനാവശ്യമായ ഉപകരണങ്ങൾ വാടകയ്ക്കും അല്ലാതെയും ലഭിക്കും. സ്കീയിങ് സെറ്റ്, ഷൂസ്, സ്റ്റിക്ക് എന്നിവയ്ക്ക് ഒരു ദിവസത്തേക്ക് ഏകദേശം 600 മുതൽ 1000 രൂപ വരെയാണ് ഇവിടെ ഈടാക്കുന്നത്. പരിശീലകന് ഒരു ദിവസത്തേക്ക് 1500 മുതൽ 3000 വരെ ഇവിടെ ഈടാക്കാറുണ്ട്. എന്നാൽ ഗ്രൂപ്പ് ക്ലാസുകൾക്ക് ചിലവ് വളരെയേറെ കുറയും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ജാക്കറ്റ്, ഗ്ലൗസ് തുടങ്ങിയവയും ഇവിടെ വാടകയ്ക്ക് ലഭിക്കും. ഗൈഡിനെ നിയമിക്കുമ്പോൾ ഒരു തുടക്കക്കാരനാണെങ്കിൽ ഒരു അംഗീകൃത പരിശീലകൻ്റെ സഹായം തേടുന്നത് സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. സ്കീയിങ് ശാരീരിക അധ്വാനം ആവശ്യമുള്ള ഒരു വിനോദമാണ്. അതിനാൽ വേണ്ടത്ര വിശ്രമവും ധാരാളം വെള്ളവും കുടിക്കേണ്ടത് ഇതിന് ഏറ്റവും അനുയോജ്യവുമാണ്. ഹെൽമെറ്റ്, ഗോഗിൾസ് എന്നിവ മഞ്ഞിലെ തിളക്കത്തിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കാനും വീഴ്ചകളിൽ നിന്ന് രക്ഷ നേടാനും സഹായിക്കുന്ന സുരക്ഷാ ഗിയറുകളാണ്. ഗുൽമാർഗിലെ പൈൻ മരങ്ങൾക്കിടയിലൂടെ മഞ്ഞിലൂടെയുള്ള യാത്ര ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ഓരോ യാത്രികനും. ഗുൽമാർഗിലെ മഞ്ഞാണ് മറ്റൊരു പ്രത്യേകത. ഗുൽമാർഗിലെ മഞ്ഞിനെ സ്നോ എന്നും ഐസ് എന്നും വിളിക്കാറുണ്ടെങ്കിലും ഇവിടുത്തെ മഞ്ഞിനെ പൗഡർ സ്നോ എന്നാണ് വിളിക്കുക. ഗുൽമാർഗ് എന്നാൽ പൂക്കളുടെ താഴ്വര എന്നതാണ് അർത്ഥമെങ്കിലും ശൈത്യകാലത്ത് ഇത് മഞ്ഞിൻ്റെ സ്വർഗമായി മാറും എന്നതാണ് മറ്റൊരു പ്രത്യേകത.
ഇവിടെ വീഴുന്ന മഞ്ഞ് ഒത്തിരിയേറെ പ്രത്യേകതകൾ ഉള്ളതാണ്. ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് ഗുൽമാർഗിൽ ഏറ്റവും കൂടുതൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രദേശം മുഴുവനും വെളുത്ത മഞ്ഞുപാളികളാൽ. എന്നാൽ ഏപ്രിൽ മുതൽ ജൂൺ വരെ താഴ്വരകളിൽ മഞ്ഞ് ഉരുകി തുടങ്ങുമെങ്കിലും അപർവത്, കൊടുമുടി പോലെയുള്ള ഉയർന്ന സ്ഥലങ്ങളിൽ, അതായത് ഫേസ് 2-ലുള്ള സ്ഥലങ്ങളിൽ ഈ സമയത്ത് ധാരാളം മഞ്ഞ് കാണാൻ സാധിക്കും. ഇവിടെയുള്ള മഞ്ഞിനെ പൗഡർ സ്നോ എന്നാണ് വിളിക്കുന്നത്. ഗുൽമാർഗിലെ മഞ്ഞ് വളരെ മൃദുവായതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വിളിക്കാറ്. ഇത് സ്കീയിങ്ങിനും സ്നോ ബോർഡിങ്ങിനും ലോകോത്തര നിലവാരമുള്ള ഒന്നുകൂടിയാണ്. മഞ്ഞിൽ പലതരം വിനോദങ്ങളാണ് നമുക്ക് ഏർപ്പെടുവാൻ സാധിക്കുക. അതിൽ സ്ലെഡ്ജിങ്, സ്നോ സൈക്ലിംഗ്, ഐസ് സ്കേറ്റിംഗ് തുടങ്ങിയ പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്. തടി കൊണ്ടുള്ള വണ്ടികളിൽ മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്നതിനെയാണ് സ്ലെഡ്ജിങ് എന്ന് പറയുക. പ്രത്യേകതരം സൈക്കിളുകൾ ഉപയോഗിച്ച് മഞ്ഞിലൂടെയുള്ള യാത്രയാണ് സ്നോ സൈക്ലിംഗ്. ഗുൽമാർഗിലെ ഐസ് റിങ്കുകളിൽ ഇതിനുള്ള പ്രത്യേക സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഐസ് സ്കേറ്റിംഗ് എന്ന് വിളിക്കാറ്. അപർവത് കൊടുമുടിക്ക് സമീപമുള്ള അൽപത്തർ തടാകം ശൈത്യകാലത്ത് പൂർണ്ണമായും ഐസ് ആയി മാറാറുണ്ട്. ഇങ്ങനെ ഏത് വിധത്തിൽ നോക്കിയാലും സന്ദർശകർക്ക് ധാരാളം സാഹസികതയും ഒപ്പം അതിമനോഹരമായ യാത്രാനുഭവം നൽകുന്ന ഒന്നാണ് ഈ ഫേസ് 2-ലെ അനുഭവങ്ങൾ. ഇവിടെ ഓരോ യാത്രികനും ധാരാളം യാത്രാനുഭവങ്ങൾ സമ്മാനിക്കുന്ന വിവിധ തരം ആക്ടിവിറ്റീസും ആ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ്. ഒപ്പം കുതിരസവാരിയും മറ്റനേക സാഹസിക ക്രീഡകളും ഇവിടെ സുലഭമായി ലഭ്യമാണ്. അങ്ങനെ എനിക്കൊപ്പം എത്തിയ യാത്രക്കാരിൽ ഒട്ടുമിക്കരും തങ്ങളെ തന്നെ പലവിധ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സമയം ചെലവഴിച്ചും ഇവിടുത്തെ മനോഹരമായ ഈ കാലാവസ്ഥയും മഞ്ഞും പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിച്ചും തങ്ങളുടെ സമയം ചിലവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഞാൻ ഇവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളും അതിൻ്റെ പ്രാധാന്യവും ഇവിടെയുള്ള കാലാവസ്ഥയും ഇവിടെയുള്ള സാഹസിക വിനോദങ്ങളും ഇങ്ങനെ പലതരം ആക്ടിവിറ്റീസിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗുൽമാർഗിലെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ട് ഇപ്പോൾ മഹീന്ദ്രയുടെ സ്കോർപിയോ വാഹനത്തിലിരുന്ന് മനോഹരമായ കാഴ്ചകൾ കണ്ട് മടക്കയാത്ര ആരംഭിക്കുമ്പോൾ ഗുൽമാർഗിലെ പൗഡർ സ്നോയെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങും മനോഹരമായ പുൽമേടുകൾ നിറഞ്ഞ ദൃശ്യങ്ങളാണെങ്കിലും ഈ ദൃശ്യങ്ങൾക്കപ്പുറം മഞ്ഞുകാലങ്ങളിൽ ഇവയെ മൂടാൻ ഇരിക്കുന്ന പൗഡർ സ്നോയെക്കുറിച്ചാണ് എൻ്റെ ചിന്ത. ലോകമെമ്പാടുമുള്ള സാഹസിക സഞ്ചാരികളെ ഗുൽമാർഗിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം കൂടിയാണ് ഈ പൗഡർ സ്നോ. പൗഡർ സ്നോ എന്നാൽ പുതുതായി വീണ വളരെ മൃദുവായതും ഭാരം കുറഞ്ഞതുമായ മഞ്ഞാണ്. ഇതിൽ ഈർപ്പത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. വായുവിൽ പറക്കുന്ന പൊടി പോലെ തോന്നിക്കുന്നതിലാണ് ഇതിനെ പൗഡർ സ്നോ എന്ന് വിളിക്കാറ്. ഗുൽമാർഗിൽ കാണുന്ന പൗഡർ സ്നോ ഒത്തിരിയേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഇതിൻ്റെ അസാധാരണമായ മൃദുത്വമാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന്. ഇതിൽ വെള്ളത്തിൻ്റെ അംശം കുറവായതുകൊണ്ട് ഐസ് കട്ടകളാകാൻ സാധ്യത കുറവാണ്. ഇത് സ്കീയിങ് ചെയ്യുമ്പോൾ മുകളിലൂടെ ഒഴുകി നടക്കുന്നത് പോലെ തോന്നിപ്പിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും ഗുണനിലവാരം ഉള്ള മികച്ച പൗഡർ സ്നോ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഗുൽമാർഗ്. ജപ്പാനിലെയും സ്വിറ്റ്സർലൻഡിലെയും ചില ഭാഗങ്ങളുമായിട്ടാണ് ഗുൽമാർഗിലെ ഈ മഞ്ഞിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കുക. ഗുൽമാർഗിലെ ഉയർന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഫേസ് 2-ൽ ഈ
മഞ്ഞ് കൂടുതൽ കാലം കട്ടിയാകാതെ നിലനിൽക്കും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പൗഡർ സ്നോയിൽ സ്കീയിങ് ചെയ്യുമ്പോൾ നമ്മൾ മഞ്ഞിൻ്റെ ഉള്ളിലേക്ക് താഴ്ന്നു പോകുകയില്ല, മറിച്ച് അതിന് മുകളിലൂടെ ഒഴുകുന്ന ഒരു അനുഭവമാണ് ലഭിക്കുക. ഈ മഞ്ഞ് വളരെ മൃദുവായതിനാൽ സ്കീയിങ്ങിനിടയിൽ വീണാലും കാര്യമായ പരിക്കുകൾ പറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് ഒരു മെത്ത പോലെ പ്രവർത്തിക്കുന്നു എന്നർത്ഥം. സ്കീയിങ് താരങ്ങൾക്ക് അവരുടെ വേഗതയും ദിശയും വളരെ സുഗമമായി നിയന്ത്രിക്കാൻ ഇത്തരം മഞ്ഞ് സഹായിക്കുന്നു. പുതുതായി മഞ്ഞ് വീഴുന്ന ജനുവരി മുതൽ ഫെബ്രുവരി മാസങ്ങളിലാണ് ഏറ്റവും ലഭ്യമാകുന്നത്. ഗുൽമാർഗ് കൊണ്ടോലകളുടെ രണ്ടാം ഘട്ടത്തിനു മുകളിലുള്ള ഉയർന്ന ഭാഗങ്ങളിലാണ് ഇതിൻ്റെ യഥാർത്ഥമായ അനുഭവം നമുക്ക് ലഭിക്കുക. മഞ്ഞിനെ സ്നേഹിക്കുന്നവർക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഗുൽമാർഗിലെ പൗഡർ സ്നോ ഒരു സ്വപ്നതുല്യമായ അനുഭവമാണ് നൽകുക. പൗഡർ സ്നോ കാണാൻ വളരെ മനോഹരവും കളിക്കാൻ രസകരവുമാണെങ്കിലും അതിൽ ചില അപകട സാധ്യതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന കാര്യം നാം മറക്കാതിരിക്കുക. ഗുൽമാർഗ് പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ പൗഡർ സ്നോയിൽ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പൗഡർ സ്നോ വളരെ ഭാരം കുറഞ്ഞതും അയഞ്ഞതുമായ ഒന്നായതുകൊണ്ട് മഞ്ഞിടിച്ചിലിന് ഏറ്റവും സാധ്യത കൂടുതലുള്ള ഒന്നാണ്. അതിനാൽ തന്നെ മഞ്ഞുപാളികൾ പെട്ടെന്ന് ഇടിഞ്ഞു വീഴാനും അങ്ങനെ അപകടങ്ങൾ വരുത്തിവെക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ചെരുവുകളിലും മറ്റും പോകുമ്പോൾ മണ്ണിടിച്ചിൽ സംഭവിക്കാതിരിക്കാൻ കൂടുതൽ മുന്നറിയിപ്പുകളും കരുതലുകളും എടുക്കേണ്ടതുണ്ട്. മരങ്ങൾക്ക് ചുറ്റും പൗഡർ സ്നോ വീഴുമ്പോൾ മരത്തിൻ്റെ കൊമ്പുകൾ കാരണം തായ്ഭാഗത്ത് മഞ്ഞ് കട്ടി കുറഞ്ഞ ഒരു കുഴി രൂപപ്പെടാറുണ്ട്. ഇതിനെയാണ് ട്രീ വെൽ എന്ന് വിളിക്കുക. ഇവിടെ ഇതിനുള്ള സാധ്യതയും കൂടുതലാണ്. അബദ്ധത്തിൽ ഇതിലേക്ക് വീണാൽ പുറത്തേക്ക് കടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശ്വാസം മുട്ടാൻ പോലും ഇത് കാരണമായേക്കാം. പൈൻ മരങ്ങൾക്കിടയിലൂടെ സ്കീയിങ് ചെയ്യുമ്പോൾ മരങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അകലം എപ്പോഴും പാലിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഇപ്പോൾ നമ്മുടെ വാഹനത്തിലിരുന്ന് നാം ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ ദൂരമുണ്ട് ഇവിടുന്ന് ശ്രീനഗറിലേക്ക് സഞ്ചരിക്കാൻ. ഇനി മഹീന്ദ്ര വാഹനം മാറ്റി പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ബസ്സിൽ വേണം തിരികെ ശ്രീനഗറിലേക്ക് എത്താൻ. ഏതാണ്ട് ഇവിടെ നിന്നും 52 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം നാം നമ്മുടെ ശ്രീനഗറിലെത്താനും ഇന്നത്തെ ദിവസത്തെ യാത്ര മതിയാക്കി രാത്രി ഭക്ഷണത്തിന് ശേഷം വിശ്രമിക്കാനും. അങ്ങനെ തിരിച്ച് നാം ശ്രീനഗറിനെ ലക്ഷ്യമാക്കി ബസ്സിൽ യാത്ര പുറപ്പെടാനിരിക്കുമ്പോൾ മനോഹരമായ ഗുൽമാർഗിൻ്റെ കാഴ്ചകളാണ് എൻ്റെ മനസ്സിലെ ഉടനീളം കടന്നു പോകുന്നത്. എത്ര കണ്ടാലും എത്ര വർണ്ണിച്ചാലും മതിവരാത്തത്ര മനോഹരമായ കാഴ്ചകൾ. മഞ്ഞുമൂടിയ കുന്നുകളും തണുത്ത കാലാവസ്ഥയും ഒപ്പം വളരെ പരിശുദ്ധമായ ഇവിടെ വീശുന്ന കാറ്റും അങ്ങനെ ഒത്തിരിയേറെ പ്രത്യേകതകൾ കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും ഒരു മഹാവിരുന്ന് തന്നെ ഒരുക്കുന്ന ഒരു അതിമനോഹരമായ സ്ഥലമാണ് ഈ ഗുൽമാർഗ്. ഇത്ര മനോഹരമായ സ്ഥലത്തെ എത്ര സമയം കണ്ടാലും എത്ര ആസ്വദിച്ചാലും മതിയാവുകയില്ല, ഒപ്പം എത്ര വർണ്ണിച്ചാലും. ഈ മനോഹരമായ അതിമനോഹരമായ സ്വർഗതുല്യമായ സ്ഥലത്തോട് വിട പറഞ്ഞ് നാം നമ്മുടെ യാത്ര തുടരുകയാണ് ശ്രീനഗറിനെ ലക്ഷ്യമാക്കി.